നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോക്സഭയിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നേടിയ 414 സീറ്റാണത്. എന്നാൽ ഇത്തവണ ആപ്കി ബാർ 400 പാർ എന്നാണ് BJPയുടെയും നരേന്ദ്രമോദിയുടെയും അവകാശവാദം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 കടക്കുമെന്ന്. BJPക്ക് 370, NDAക്ക് 400+, അങ്ങനെയാണ് കണക്കുകൂട്ടൽ. മോദിയുടെ ഗ്യാരണ്ടിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. വികസന നേട്ടങ്ങൾ, രാമക്ഷേത്രം എന്നിവ പ്രധാന ആയുധമാക്കും. ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കൂടുതൽ സഖ്യകക്ഷികൾ വരുമെന്നും BJPക്ക് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് മോദിയും BJPയും 400-ൽ അധികം സീറ്റ് നേടുമെന്ന് അവകാശപ്പെടുന്നത്? ദ ഇലക്ഷൻ ചാനൽ പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പമുള്ളത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കിരൺ ബാബുവാണ്. കിരൺ, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ നടത്തിയ പരാമർശം, അത് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ച് വന്ന പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ പ്രസംഗം പോലെ ആണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. അത്രമേ വലിയ ആത്മവിശ്വാസമായിരുന്നു. സഭയെ ഒന്നടങ്കം, പ്രത്യേകിച്ച് ഭരണപക്ഷ പാനലിനെ മൊത്തം കയ്യടി നേടിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇപ്പോൾ ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. ആ ബോഡി ലാംഗ്വേജ് ആയിരുന്നു നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നത്. എന്തായിരിക്കാം അതിന് കാരണം? അഭിലാഷ്, അത് പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, സാധാരണ തെരഞ്ഞെടുപ്പിനെയൊക്കെ രണ്ട് തരത്തിൽ നേരിടാറുണ്ട്. ഒന്ന്, വലിയ മത്സരത്തിന് സന്നാഹങ്ങളോടുകൂടി വലിയൊരു പ്രതീതി ഉണ്ടാക്കുക, ഞങ്ങൾ മത്സരത്തിന് തയ്യാറാണ്. രണ്ടാമത്തത്, എതിരാളികളുടെ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട്, എതിരാളികളുടെ മൈൻഡ് ചെയ്യാതിരുന്നുകൊണ്ട് ഞങ്ങൾ വിജയിക്കാൻ പോവുകയാണ്, ഞങ്ങൾ വലിയ വിജയത്തിലേക്ക് കുതിച്ചാടുകയാണ് എന്നൊരു പ്രതീതി. അങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് എതിരാളികളില്ല, 400-ന് മേളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് NDA വീണ്ടും അധികാരത്തിലേറാൻ പോവുകയാണ്. സ്വാഭാവികമായും അത്തരമൊരു പ്രതീതി ഉണ്ടാക്കിയാൽ വിജയിക്കാൻ പോകുന്ന മുന്നണിയാണ്, അങ്ങനെ BJPയെ വിജയിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ, അവരുടെ അനൈക്യം, ഇതെല്ലാം പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ തന്നെ ആ മുന്നണിയിൽ നടത്തി തിരിച്ച് NDAയിലേക്ക് കൊണ്ടുവന്നു. ഇതെല്ലാം കൂടി അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ വളരെ കൃത്യമായി തന്നെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ തന്നെയാണ് നരേന്ദ്രമോദി ആയാലും BJP ആയാലും NDA ആയാലും ആ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. ബഡ്ജറ്റ് അവതരിപ്പിച്ച ഘട്ടത്തിലായാൽ പോലും, അല്ലെങ്കിൽ മോദി ഇന്നലെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുന്ന ഘട്ടത്തിലായാലും അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുകയാണ്, NDA ജയിക്കുമെന്നല്ല പറയുന്നത്, 400 സീറ്റിന് മേൽ നേടിക്കൊണ്ട് ജയിക്കും. എങ്ങനെയാണ് ആ 400 സീറ്റ്, അല്ലെങ്കിൽ BJP എങ്ങനെയാണ് 370 സീറ്റ് നേടുന്നതെന്നൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ BJPക്കാർക്ക് തന്നെ ചിലപ്പോൾ അതിന് കൃത്യമായ മറുപടി പറയൽ, വലിയ ശുഭപ്രതീക്ഷയുള്ളവർക്ക് പോലും മറുപടി പറയൽ പ്രയാസമാകുന്ന ഘട്ടങ്ങളൊക്കെ വരും. പക്ഷേ അങ്ങനെയല്ല, സാധാരണ ജനം കേൾക്കുമ്പോൾ അവർ വലിയ വിജയത്തിലേക്ക് പോകുന്നു. അത്തരം ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് BJP ഒരു ജയം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, അത്തരമൊരു ഇലക്ഷൻ തന്ത്രം കൂടിയാണ് ഈ എണ്ണം ഒക്കെ പറയുന്നതിലൂടെ നമുക്ക് തെളിവാകുന്നതെന്ന് വേണം കരുതാൻ. റൈറ്റ്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയി ആ അവകാശവാദത്തിലേക്ക് പരിശോധിക്കാം. ആദ്യം എന്താണ് നരേന്ദ്രമോദിയുടെയും BJPയുടെയും അവകാശവാദം എന്നതാണ് പരിശോധിക്കേണ്ടത്. ഇലക്ഷൻ ചാനലിന്റെ വീഡിയോ വാളിൽ അതിന്റെ ഡേറ്റ വരുമ്പോൾ മോദി പറയുന്നത് BJPക്ക് 370 സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കും എന്നാണ്. അതോടൊപ്പം തന്നെ NDAക്ക് 400-ൽ അധികം സീറ്റുകളും ലഭിക്കും എന്നുള്ളതാണ്. ഈ 370 സീറ്റ് ലഭിച്ചില്ല എങ്കിൽ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യില്ലേ എന്ന ചോദ്യം പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഈ കണക്കിലേക്ക് എത്തും എന്ന് തന്നെയാണോ BJPയുടെ കണക്കുകൂട്ടൽ, കിരൺ? പ്രതിപക്ഷം മറ്റൊരു രീതിയിൽ കൂടിയാണ് കടത്തി പറയുന്നത്. അങ്ങനെ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എത്ര സീറ്റ് BJPക്ക് ലഭിക്കുമെന്ന് കൃത്യമായിട്ടൊക്കെ ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ അത് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാണിച്ചു കാണും, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു കണക്ക് 370 ഒന്ന് കണക്ക് വെക്കുന്നതിന് ശേഷം 400 സീറ്റിലേറെ മറ്റ് പാർട്ടികൾ ജയിക്കുമെന്ന് പറയുന്നത് NDA എന്ന് പറയുന്ന പാർട്ടിയിൽ ഇപ്പോൾ ആരൊക്കെ ഒപ്പമുണ്ട്, ഒപ്പമുള്ളവർക്കൊക്കെ ഏതൊക്കെ നാട്ടിൽ ശക്തിയുണ്ട് എന്നതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ആ
അവിടെ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു അഭിലാഷ് തുടങ്ങാം. വെച്ചാൽ ബി.ജെ.പിയുടെ കണക്ക് നമുക്ക് വിശദമായി ഓരോ സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, എവിടെയൊക്കെയാണ് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് കറണ്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. തീർച്ചയായും ഈ അവകാശവാദം ബി.ജെ.പി എവിടെ നിന്നാണ് ഉന്നയിക്കുന്നത് എന്നത് കൂടിയാണല്ലോ നമുക്ക് പരിശോധിക്കേണ്ടത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ബി.ജെ.പി നേടിയ സീറ്റുകൾ എത്ര എന്നതാണ് നമുക്ക് ഇനി വിശദമായി പരിശോധിക്കേണ്ടി വരുന്നത്. ആ ഡേറ്റയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇലക്ഷൻ ചാനലിന്റെ വീഡിയോ വാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 2009 തെരഞ്ഞെടുപ്പിൽ 116 എംപിമാർ ആയിരുന്നു ലോക്സഭയിൽ ബി.ജെ.പി അക്കൗണ്ടിൽ എത്തിയത്. അത് 2014 ആകുമ്പോൾ 282 എന്നതിലേക്ക് ഉയരുകയും NDA സർക്കാർ ആദ്യ മോദി സർക്കാർ അധികാരത്തിലേറുകയും ചെയ്യുന്നു. 2019 303 എത്തി. ഇതാണല്ലോ കിരൺ 370 ഉയർത്തും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് അവകാശപ്പെടുന്നത്. അതെ, അത് തന്നെയാണ് അഭിലാഷ്. ബി.ജെ.പിയുടെ ഒരു വളർച്ചയുടെ ഗ്രാഫ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് 84-ൽ 2 സീറ്റായിരുന്നു, 89-ലാകുമ്പോൾ അത് 85 സീറ്റാവുന്നു, 91-ലാണ് 120 സീറ്റിലേക്ക്. പിന്നീട് ബി.ജെ.പി ഒരു ഘട്ടത്തിലും 100 എന്നുള്ള മാർക്ക് കടന്ന് താഴോട്ട് പോയിട്ടില്ല. അതിന്റെ അടുത്ത ഘട്ടത്തിൽ 91-ൽ അത് 120, 96-ൽ 161, 98-ലും 99-ലും 182 സീറ്റുകളായിരുന്നു. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് 2 തെരഞ്ഞെടുപ്പിൽ 2004-ലെയും 2009-ലെയും തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിക്ക് തിരിച്ചടി ഉണ്ടായത്. അത് 138-ലേക്ക് 2004 മാറി, 2009-ൽ അത് 116 സീറ്റായി. അതിനുശേഷം നടന്ന 2014-ലെ തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിയുടെ ഒരു വലിയ വിജയം. ബി.ജെ.പി അതുവരെ പ്രതീക്ഷിച്ചതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷത്തിലേക്കുള്ള ഒരു വിജയത്തിലേക്ക് വന്ന് ബി.ജെ.പി 282 സീറ്റുകൾ നേടുന്നത്. കഴിഞ്ഞ തവണ അത് 303 സീറ്റായി. ആ 303 സീറ്റ് പക്ഷേ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കടന്നതോടുകൂടി അത് 290 കുറഞ്ഞു എന്നതുകൂടി കണക്കാക്കണം. ഈ 290 സീറ്റ് നിലവിൽ നിൽക്കുന്ന ഒരു സ്ഥാനത്താണ് അത് 370 എന്ന് പറയുന്നത്. അപ്പോൾ 80 സീറ്റുകളാണ് അധികമായി നേടേണ്ടത്. ബി.ജെ.പിയെ സംബന്ധിച്ച് 80 സീറ്റുകൾ അധികമായി നേടണമെങ്കിൽ ബി.ജെ.പിയുടെ ഒരു ജയത്തിന്റെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കോൺഗ്രസ് 1ാം സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് വന്ന സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ കോൺഗ്രസ് 52 സീറ്റിലാണ് 1ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ 180 സീറ്റിലോളം 2ാം സ്ഥാനത്ത് കോൺഗ്രസ് നിൽപ്പുണ്ട്. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ച് അങ്ങനെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിജയം, അല്ലെങ്കിൽ 100 സീറ്റുകൾ താഴെ സീറ്റുകൾ മാത്രമാണ് ഈ 2ാം സ്ഥാനത്തിന് അടുത്ത് തന്നെ ബി.ജെ.പി പലപ്പോഴും നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വിജയം എന്ന് പറയുമ്പോൾ അത് ഘടകകക്ഷികളുടെ എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പല സംസ്ഥാനങ്ങളിലും ജയിച്ചത് ഫുൾ സീറ്റാണ് ലഭിച്ചത്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഒരു രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഒക്കെ ഫുൾ സീറ്റ്, ഹരിയാനയിലായാലും ഫുൾ സീറ്റ്, ഹിമാചൽ പ്രദേശിൽ മൊത്തം സീറ്റ് ലഭിക്കുകയാണ്. ഈ മൊത്തം സീറ്റ് ലഭിച്ചെടുത്ത് പിന്നെ അധികമായ സീറ്റ് എവിടെ നിന്നും കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ സീറ്റ് ലഭിക്കാത്ത സംസ്ഥാനങ്ങളിൽ നിന്ന്, അതുപോലെ കേരളമാകാം, തമിഴ്നാടാകാം, അല്ലെങ്കിൽ അതുപോലെ ഉള്ള സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ് ആകാം, ഇത്തരം സംസ്ഥാനങ്ങളിൽ എത്രത്തോളം സാധ്യതയുണ്ട്, അവിടെ മാത്രമേ ബി.ജെ.പിക്ക് അധികം സീറ്റ് ലഭിക്കാൻ സാധ്യത കാണാനാവും. ആ കണക്കാണ് നമുക്ക് ആ കണക്ക് നമുക്ക് പരിശോധിക്കുന്നതിന് മുമ്പ് ഈ NDAയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ, അതായത് ഇപ്പോൾ നിലവിൽ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന, അതിൽ തന്നെ JDU-വിനെ പോലെയുള്ള പാർട്ടികളുടെ ആയാറാം ഗയാറാം രാഷ്ട്രീയമൊക്കെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്. ഒരുപക്ഷെ യൂട്യൂബിൽ അടക്കമുള്ള കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ പരിശോധിച്ചാൽ അത് പ്രേക്ഷകർക്ക് അധികമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ നമുക്ക് NDAയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ എന്നത് എടുത്തു പറയാവുന്ന പാർട്ടികൾ ഏതൊക്കെ എന്നതാണ് വീഡിയോ വാളിൽ പ്രേക്ഷകർക്ക് ഡീറ്റെയിൽ ആയി കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നത് JDU തന്നെയാണ്. 16 അംഗങ്ങൾ ആണ് JDU-വിനുള്ളത്. അതോടൊപ്പം തന്നെ NCP, RLJP, അപ്നാദൾ, AADMK ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഈ മുന്നണിയുടെ ഭാഗമാണ്. ഇതിൽ ഈ ഘടകകക്ഷികൾ കൂടി ചേർന്നുകൊണ്ട് 400+ എന്നുള്ളതാണല്ലോ അവകാശവാദം. അപ്പോൾ ഈ 370 കഴിഞ്ഞാൽ ബാക്കി ഉള്ള ഏതാണ്ട് 30-ലധികം സീറ്റുകൾ എന്നതാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ ടാലി ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലാണോ ഇപ്പോൾ മുന്നണി സംവിധാനങ്ങൾ പോകുന്നത് കിരൺ? പക്ഷേ രസകരമായ ഒരു സംഭവം, NDA സംബന്ധിച്ച് യഥാർത്ഥത്തിൽ മുന്നണി എന്നത് ഒരു പ്രസക്തമായ ഒരു വിഷയമേ അല്ല. ബി.ജെ.പി ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ഇന്ത്യയിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയായാലും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചൊക്കെ നിന്നാലും അവരോടൊക്കെ ജയിക്കാൻ തക്ക ശേഷിയിലേക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. വളരെ ചെറിയ അലയും മാത്രമാണ്. പണ്ടൊക്കെ ബി.ജെ.പിക്ക് കൃത്യമായി പരമ്പരാഗതമായി ബി.ജെ.പിക്ക് ഉണ്ടായിരുന്ന അലയെന്ന് പറയുന്നത് ശിവസേനയും അകാലിദളുമായിരുന്നു. ഈ 2 പാർട്ടികളാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയമായിട്ടൊക്കെ യോജിച്ച് നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികൾ. ഈ 2 പ്രധാനപ്പെട്ട പാർട്ടികളും ഇപ്പോഴില്ല. ഈ തൊട്ട് ആഴ്ചകൾക്ക് മുമ്പ് മാത്രം, ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം NDAയിലേക്ക് മടങ്ങി വന്ന JDU ആണ് ഇപ്പോഴും ഈ 2ാം
രണ്ടാമത്തെ NDA-യിലെ ഇപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അലൈ എന്ന് പറയേണ്ടി വരും. 16 സീറ്റുകൾ അവർക്ക് 17 സീറ്റുകൾ കഴിഞ്ഞ തവണ ബീഹാറിൽ നിന്ന് മത്സരിച്ചു. അതിൽ 16 സീറ്റുകളിലും JDU വിജയിച്ചു. ആ JDU ആണ് ഇപ്പോൾ യഥാർത്ഥ ഒരു അലയായി നിൽക്കുന്നത്. ആ JDU-വിനെ സംബന്ധിച്ച് ഇത്തവണ ഇനി വരുന്ന ഈ ഇത്രയേറെ ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം നിൽക്കുന്ന ഒരു തന്റെ പൊളിറ്റിക്സിൽ ലാസ്റ്റ് ഇന്നിംഗ്സിലൂടെ കടന്നു പോകുന്ന നിതീഷ് കുമാറിന് ഇനി അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള ചോദ്യമുണ്ട്. JDU വീണ്ടും മടങ്ങിപ്പോയതിൽ എതിർപ്പുള്ള ഒരു വലിയ വിഭാഗം JDU അണികൾ തന്നെയുണ്ട്. അത്തരം പൊട്ടിത്തെറികളൊക്കെ ആ പാർട്ടിയിൽ താഴെത്തട്ടിലടക്കം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ JDU-വിനെ സംബന്ധിച്ച് JDU-വിന്റെ ഒരു പരമാവധിയാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. അതിനപ്പുറത്തേക്കും ആകെ 40 സീറ്റാണ് ബീഹാറിലുള്ളത്. ആ 40 സീറ്റിൽ 17 സീറ്റ് വെച്ചാണ് ഈ രണ്ട് പാർട്ടികളും മത്സരിച്ചത്. ബാക്കി ഈ പസ്വാന്റെ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയ പാർട്ടിയാണ്, പറാസിന്റെ പാർട്ടിയാണ് മറ്റ് 5 സീറ്റുകൾ മത്സരിച്ചത്. അപ്പോൾ ഈ 17 സീറ്റ് അതിൽ കൂടുതലൊക്കെ സീറ്റിലേക്ക് മത്സരിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 20 സീറ്റിലേക്ക് പരമാവധി പോയാൽ മത്സരിക്കാൻ കഴിഞ്ഞേക്കും. അവിടെ JDU-ൽ നിന്ന് ഒരു അധികം സീറ്റ് ലഭിക്കാനില്ല. ഈ നിൽക്കുന്ന 16 സീറ്റ് തന്നെ JDU-ന് നിലനിർത്തുക പ്രയാസം തന്നെയാണ്. മറ്റൊന്ന് ശിവസേനയാണ്. ശിവസേനയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ അവർ BJP-ക്ക് ഒപ്പം നിന്ന് മത്സരിച്ചാണ്. അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് അവർ ഇന്ത്യ മുന്നണി എന്നല്ല, അന്നത്തെ അവിടുത്തെ മുന്നണിയിലേക്ക് NCP-യും കോൺഗ്രസും ഇവരെല്ലാം ചേരുന്ന മഹാഘാടി സഖ്യത്തിലേക്ക് അവർ കടന്നു വന്നത്. ആ അഘാടി സഖ്യത്തിലേക്ക് കടന്നു വന്ന ശിവസേനയുടെ ഒരു വിഭാഗമാണ് ഇപ്പോൾ BJP-ക്കൊപ്പം ഉള്ളത്. ഒരു വിഭാഗം ഇപ്പോൾ മറിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തന്നെ നിൽക്കുകയാണ്. അതിൽ ആർക്കാണ് ശക്തി എന്നൊക്കെ ഉള്ളത്, ഇനിയും ഉദ്ധവ് താക്കറെക്കാണോ ഷിൻഡേക്കാണോ ആർക്കാണ് ശക്തി എന്നുള്ളത് ജയിച്ചതിൽ ഉള്ള MLA-മാരുടെ ശക്തിയോ അല്ലെങ്കിൽ MP-മാരുടെ ശക്തിയോ അല്ല, ആ നിൽക്കുന്ന ഇനി വരുന്ന പ്രവർത്തകരിൽ ആർക്ക് ശക്തി എന്നത് ഇനിയും അറിയേണ്ട കാര്യമാണ്. എന്തായാലും പൂർണ്ണമായും തന്നെ അവർ ജയിച്ചാൽ പോലും അവർക്ക് കഴിഞ്ഞ തവണത്തെ ഒരു വിഭാഗം ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത്. ആ പൂർണ്ണമായും അവരുടെ സഖ്യത്തിലും അങ്ങനെ ഒരു അധിക സീറ്റ് അവർക്ക് ലഭിക്കാനില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് അജിത് പവാറിന്റെ വിഭാഗമാണ്. ഒരു സീറ്റ് മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു അത്ഭുതമൊന്നും എന്തായാലും കാണിക്കാനില്ല. ഉള്ള സീറ്റുകൾ നിലനിർത്തുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്ന് RLJP-ആണ്. RLJP-യുടെ 5 സീറ്റുകളുണ്ട്. അത് അന്നത്തെ സമയത്ത് ഒരു പസ്വാന്റെ മരണത്തെ തുടർന്ന് ആ പാർട്ടിയിലുണ്ടായ പിളർപ്പും ഒക്കെയുള്ള അവസ്ഥ അവരെ സംബന്ധിച്ചും ഇനി അവരുടെ ഒരു പീക്കിലാണ് അവർ കഴിഞ്ഞ തവണ നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതും പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം കാട്ടാനില്ലാത്ത പാർട്ടിയാണ്. ഈ അപ്രാദൽ സോനോവാലിന് 2 സീറ്റിലാണ് മത്സരിച്ച് 2 സീറ്റിലും ജയിച്ചാണ് ഉത്തർപ്രദേശിൽ. അവർക്ക് ചിലപ്പോൾ ആ 2 സീറ്റ് ചിലപ്പോൾ നിലനിർത്താൻ കഴിഞ്ഞേക്കും, അവരുടെ പെർഫോമൻസ് നിലനിർത്താൻ കഴിഞ്ഞാൽ. പിന്നെ ഒരു തമിഴ്നാട്ടിലെ OPS വിഭാഗമാണ്. അവർക്ക് ചിലപ്പോൾ ഒരു സീറ്റ് എന്നുള്ളത് ചിലപ്പോൾ 1-2 സീറ്റ് കൂടി അധികം ചിലപ്പോൾ നേടാൻ കഴിഞ്ഞേക്കും. എന്തായാലും ഘടകകക്ഷികളിലെ ഒരു പാർട്ടിക്കും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അത്തരം ശേഷിയുള്ള പാർട്ടികളൊന്നും നിലവിൽ എന്തായാലും NDA-യുടെ ഭാഗമായിട്ടില്ല. അതുകൊണ്ട് തന്നെ BJP 270 നേടിയാൽ ബാക്കി 30 സീറ്റ് തന്നെ 370 നേടിക്കഴിഞ്ഞാൽ ബാക്കി 30 സീറ്റ് തന്നെ ഇവർ നേടാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ നിലവിലെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ അത് പ്രയാസം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇനി രാഷ്ട്രീയമാണ്, അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ചിലപ്പോൾ മാറി മറിയാം. എന്തായാലും ഇതാണ് ഘടകകക്ഷികളുടെ ഒരു നില. BJP അവകാശപ്പെടുന്നത് കൂടുതൽ ഘടകകക്ഷികൾ ഈ പാർട്ടിയുടെ ഭാഗമാകും. തെരഞ്ഞെടുപ്പിന് ഇനി യഥാർത്ഥത്തിൽ ദിവസങ്ങൾ മാത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പോലും BJP അങ്ങനെ ഒരു അവകാശവാദം കൂടി ഉന്നയിക്കുകയാണ്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഏറ്റവും അധികം അംഗങ്ങളെ ലോക്സഭയിലേക്ക് എത്തിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച കണക്കാണ്. BJP-ക്ക് വലിയ നേട്ടം കൊയ്യാൻ സാധിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ഉത്തർപ്രദേശ് സംശയം വേണ്ട, UP തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ള സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. അതോടൊപ്പം തന്നെ 20-ൽ കൂടുതൽ സീറ്റുകളുള്ള 5 സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. 10-ൽ കൂടുതൽ സീറ്റുകളുള്ള 10 സംസ്ഥാനങ്ങൾ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കണക്കിന്റെ പശ്ചാത്തലം പറയുന്നത്. അത് ഏതൊക്കെയെന്ന് കൂടി പ്രേക്ഷകരോട് വളരെ പെട്ടെന്ന് കിരൺ. അഭിലാഷ്, നമ്മൾ ഇലക്ഷന്റെ കണക്കുകൾ എപ്പോഴും പരിശോധിക്കുമ്പോൾ ഇലക്ഷനിൽ പ്രവചനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ സമ്പൂർണ്ണ വിജയം നേടിയാലും കേരളത്തിൽ നിന്ന് 20 സീറ്റിനപ്പുറത്തേക്ക് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു മുന്നണിക്കോ ഒന്നും ലഭിക്കാൻ സാധ്യമല്ല. 20 സീറ്റേ ഉള്ളൂ. പക്ഷേ UP-ൽ അതല്ല. UP-ൽ 80 സീറ്റുകളുണ്ട്. UP-ൽ കഴിഞ്ഞ തവണ ഒരു വലിയ വിജയമായിരുന്നു BJP നേടിയത്. അന്ന് 80 4 ഇരട്ടിയാണ്. 80 സീറ്റുകൾ. ഇന്ത്യയിൽ 80 സീറ്റ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ 48 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അത്രത്തോളം ഇന്ത്യയെ ആര് ഭരിക്കണമെന്ന് നിർണ്ണയിക്കുന്ന ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് അയോധ്യ പ്രതിഷ്ഠയോട് കൂടി UP-ൽ ആ തരത്തിലേക്കുള്ള യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആ തരത്തിലേക്കുള്ള പലതരത്തിൽ BJP-ക്ക് അനുകൂലമായ ഒരു കാലഘട്ടത്തിൽ UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കാം എന്നായിരുന്നല്ലോ പറയാറ്. കോൺഗ്രസ് ആവണം, UP-ൽ ജനിക്കണം എന്നുള്ളതായിരുന്നു അത്. ആ തരത്തിൽ ആ ഘട്ടത്തിലൊക്കെ അന്ന് UP-ക്കാരാണ് ഏറ്റവും കൂടുതൽ പേർ ഒരു സംസ്ഥാനം എന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊക്കെ ആയിട്ടുള്ളത്. ജനസംഖ്യ 24 കോടിയാണ് UP-ലേത്. അത് നേരത്തെ 85 സീറ്റായിരുന്നു. ഉത്തരാഖണ്ഡ് വിട്ടുപോകുന്നതിന് മുമ്പ് 85 സീറ്റായിരുന്നു. അപ്പൊ UP-ലെ 80 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 62 സീറ്റുകളാണ് BJP-ക്ക് ലഭിച്ചത്.
10 സീറ്റ് BSPക്കും 5 സീറ്റ് SP ക്കും ആയിരുന്നു. അന്നൊരു കാര്യം ആലോചിക്കണം, SP BSP അലയൻസ് ആയിട്ടാണ് മത്സരിച്ചത്. ഒരു സീറ്റ് സോണിയാഗാന്ധിയുടെ കോൺഗ്രസിന് ലഭിച്ചു. കോൺഗ്രസ് മറ്റൊരു അലയൻസിലാണ് മത്സരിച്ചത്. ഇത്തവണ BJPക്ക് അനുകൂലമായ ഒരു ഘടകം ഒന്ന് അയോധ്യയാണ്. രണ്ടാമത്തെ അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് BSPയും SP യും ഒരുമിച്ചല്ല മത്സരിക്കുന്നത്, രണ്ടും രണ്ടായിട്ടാണ് മത്സരിക്കുന്നത്. അത് BJPക്ക് ഒരു പരിധി വരെ സ്പ്ലിറ്റ് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ കോൺഗ്രസും SP യും ഒരുമിച്ച് മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ട് RLD അടക്കമുള്ള പാർട്ടികളും ഈ സഖ്യത്തിലേക്ക് വരാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും UP യെ സംബന്ധിച്ച് BJPക്ക് ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും UP യിൽ ഒരു 10-18 മണ്ഡലത്തിലോളം മുസ്ലിം വോട്ടുകൾ ഏറ്റവും നിർണായകമാണ്. അതിൽ തന്നെ ഒരു 10-11 മണ്ഡലത്തിലോളം മുസ്ലിം വോട്ടുകൾ കൊണ്ട് തന്നെ ഒരു മണ്ഡലത്തിന്റെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ കഴിയുന്നിടത്തോളം പ്രാധാന്യമുണ്ട്. അവിടെ ഡയറക്റ്റ് ആയിട്ടാണ് ഫൈറ്റ് വരുന്നത്. അവിടെ പലപ്പോഴും ജയിക്കാൻ കഴിയാതെ പോകുന്നത് ഈ 4 പാർട്ടികളായൊക്കെ ഭിന്നിക്കുമ്പോഴാണ്. ഒരു സ്ഥലത്ത് SP നിൽക്കുന്നു, മറുഭാഗത്ത് BSP നിൽക്കുന്നു, ഒരു ഭാഗത്ത് കോൺഗ്രസ് നിൽക്കുന്നു, ഒരു ഭാഗത്ത് BJP നിൽക്കുന്നു. വോട്ട് 4ആയിട്ടൊക്കെ ഭിന്നിക്കുന്ന ഘട്ടത്തിൽ അത്തരത്തിലേക്കുള്ള ഭൂരിപക്ഷം ആരും ഉണ്ടോ എന്നുള്ളതല്ല, 4ആയിട്ട് വോട്ട് ഒരു 25 മുതൽ 28 അല്ലെങ്കിൽ 30% വരെ വോട്ട് നേടുന്ന ഒരു പാർട്ടിക്ക് തന്നെ വിജയിക്കാനൊക്കെ കഴിയുന്ന അവസ്ഥയുണ്ട്. ഈ 62-ൽ ചിലപ്പോൾ BJPക്ക് അത് 70 ചിലപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്കും. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 75 ഏറ്റവും പരമാവധി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കഴിയുന്നത് 75 സീറ്റുകളാവും. എന്തായാലും 5 സീറ്റുകളെങ്കിലും നേടാൻ SP-ക്കായാലും ആ തരത്തിലേക്കുള്ള BSP-ക്കായാലും ഒക്കെ ഇപ്പോഴും ആ തരത്തിലേക്കുള്ള ശേഷിയൊക്കെ ഇപ്പോഴും അവർക്ക് ഉണ്ട്. അത്തരം വോട്ട് ബാങ്കുകളും ഒക്കെ ഉണ്ട്. അവിടെ പരമാവധി ലഭിക്കാൻ പോകുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് അവിടെ നിന്ന് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഈ പറയുന്ന പോലെ 10-12 സീറ്റുകളാണ്. ഇനി 62-ൽ നിന്നും UP-യിൽ ഈ അയോധ്യയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വർഗീയ ധ്രുവീകരണവും അല്ലെങ്കിൽ UP-യിലൊക്കെ ഈ അയോധ്യക്കെതിരായ വികാരവും ശക്തമായിട്ട് മറ്റു നാടുകളെക്കാൾ ഏറെ വികാരം കൂടി ഉള്ള ഒരു നാട് കൂടിയാണ് UP. അതൊക്കെ ചിലപ്പോൾ തിരിച്ചു മറിച്ചു നോക്കാം. ഇനി ഏറ്റവും ശുഭപ്രതീക്ഷ വെച്ചാൽ പോലും BJP-യെ സംബന്ധിച്ച് ശുഭപ്രതീക്ഷ വെച്ചാൽ പോലും അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ഈ 10-15 സീറ്റുകൾ, 15 എന്നൊക്കെ ഏറ്റവും കൂടിയതായിരുന്നു. അതിലപ്പുറത്തേക്ക് ഒരു സീറ്റ് UP-യിൽ നിന്ന് ലഭിക്കാനില്ല. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി ആ ഡേറ്റ പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആ 5 വലിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നതുകൂടിയാണ്. അതിൽ UP-യെ കുറിച്ചാണ് ഇപ്പോൾ കിരൺ ബാബു സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനിയുള്ളത് മഹാരാഷ്ട്ര, ബംഗാൾ, ബീഹാർ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ്. അവിടുത്തെ പശ്ചാത്തലം നമുക്ക് പെട്ടെന്ന് എങ്ങനെ പറഞ്ഞു പോകാം? അഭിലാഷ്, അതിന്റെ തൊട്ടു മുമ്പായിട്ട് BJPക്ക് ഈ 20-ലേറെ സീറ്റ് കിട്ടിയാൽ തൊട്ടു മുമ്പിലെ കാർഡ് കൂടി എന്ന് കാണിച്ചാൽ BJPക്ക് 20-ലേറെ സീറ്റുകൾ ലഭിച്ച സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് UP-യുടെ 62 ഒഴിച്ചു നിർത്തിയാൽ പിന്നീടുള്ള 5 സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് 23, മധ്യപ്രദേശ് 28, കർണാടക 26, ഗുജറാത്ത് 26, രാജസ്ഥാൻ 24 എന്നിങ്ങനെയാണ്. അതിനുശേഷം വന്നാൽ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഹരിയാന ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആകെ 10 സംസ്ഥാനങ്ങളിൽ 10-ലേറെ സീറ്റ് ലഭിച്ച 10 അതിന് മുകളിലോ സീറ്റ് ലഭിച്ച സംസ്ഥാനങ്ങൾ 10 സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് പരിശോധിച്ചാൽ ഇതിനകത്ത് രണ്ടാമത്തത് വരുന്നത് ഈ UP കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളുണ്ട്. കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ BJP-യും ശിവസേനയും ഒരുമിച്ച് നിന്ന് മത്സരിച്ചാണ് മഹാരാഷ്ട്രയിൽ വലിയ വിജയം കഴിഞ്ഞ തവണ അവർക്ക് നേടാൻ കഴിഞ്ഞത്. അന്ന് 23 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. സ്വാഭാവികമായും BJP ആയിരുന്നു ആ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിന്നത്. അന്ന് ശിവസേന 23 സീറ്റുകൾ മത്സരിച്ച് 18 സീറ്റുകൾ ജയിച്ചു. ഇത്തവണയും മഹാരാഷ്ട്രയിൽ BJPക്കുള്ളത് ഒരു ഭാഗത്ത് ഏറ്റവും വലിയ പാർട്ടിയായ BJP, അതിനുശേഷം ശിവസേനയുടെ ഷിൻഡെ വിഭാഗം, NCPയുടെ അജിത് പവാർ വിഭാഗം. അപ്പോൾ ഈ 48 സീറ്റുകളിൽ 25 അല്ലെങ്കിൽ ഏറ്റവും കൂടുതലൊക്കെ മത്സരിച്ചാൽ 30 സീറ്റിനപ്പുറം മത്സരിക്കാൻ BJPക്ക് തന്നെ അവിടെ കഴിയില്ല. അപ്പോൾ BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ച 25 സീറ്റുകളിൽ നിന്ന് ഇത്തവണ 30 സീറ്റാക്കി ഉയർത്തിയാൽ പോലും BJPക്ക് 23 ആ 30 സീറ്റിലും ജയിച്ചു എന്ന് കരുതുക. അങ്ങനെ ആയാൽ പോലും BJPക്ക് അവിടുന്ന് 7 സീറ്റുകളാണ് പരമാവധി അധികം ലഭിക്കാൻ പോകുന്നത്. ഈ 303-ൽ നിന്ന് 370 ആവണം എന്ന് ആലോചിക്കണം. അപ്പോൾ UP-യിലെ 10-12 സീറ്റുകൾ 67ഓളം സീറ്റുകൾ അധികമായി ലഭിക്കണം. അത്രയും സീറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് ലഭിക്കാൻ വരുന്ന വലിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അവിടെ നിന്ന് ലഭിക്കാൻ കഴിയുന്നത് ഏറ്റവും പരമാവധി മത്സരിക്കാൻ പോകുന്ന 30 സീറ്റിലായിരിക്കും. ആ 30 ജയിച്ചാലും അവർക്ക് 7 സീറ്റുകളാണ് അധികം വരുന്നത്. മറ്റൊന്ന് ബംഗാളാണ്. ബംഗാളിൽ സാഹചര്യം വളരെ വ്യത്യസ്തമാണല്ലോ. മമത അവിടെ എല്ലാ തുരുപ്പുചീട്ടുകളും ഇറക്കുന്നുണ്ട്. കേന്ദ്രത്തിനെതിരെ നിരന്തര പോരാട്ടവുമാണ്. ബംഗാളിനെ സംബന്ധിച്ച് പൊതുവെ ബംഗാളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വിശകലനം ചെയ്യുന്ന ആളുകളെല്ലാം പറയുന്നത് ബംഗാളിൽ കഴിഞ്ഞ തവണ BJPയുടെ ഏറ്റവും വലിയ പെർഫോമൻസ് ആയിരുന്നു. BJPയുടെ ഒരു BJP തന്നെ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തെ പെർഫോമൻസിലേക്കാണ് വന്നത്. അന്ന് 18 സീറ്റുകൾ BJPക്ക് നേടാനായി. പക്ഷേ അത് ഈ BJPയുടെ അപകടം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മമതയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഇതാണ്. മമത അപകടം തിരിച്ചറിഞ്ഞ് കൃത്യമായി തന്നെ സ്റ്റാൻഡ് എടുക്കാനും അതനുസരിച്ച് തിരിയാനും ഒക്കെ ദീർഘകാലമായി ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്കൊരു നേതാവ് ആ തരത്തിലേക്ക് പാർട്ടി സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ മമത
ആശ്രയിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്നൊരു നേതാവിന്റെ ഒരു ആ തരത്തിൽ രാഷ്ട്രീയ തന്ത്രജ്ഞതയുള്ള ഒരു നേതാവാണ് മമതയ്ക്ക് മനസ്സിലായി ബംഗാളിനെ പോലൊരു നാട്ടിലേക്ക് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമൊക്കെ കടന്നു വരുന്ന അത്തരം ഒരു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്കൊക്കെ മാറാൻ സാധ്യതയുള്ള ആളുകളൊക്കെയാണ്. അതുകൊണ്ട് മമത അതുവരെയുള്ള വൈര്യം ഈ CPM-നോട് പോലും മാറ്റിവെക്കുന്നു, കോൺഗ്രസിനോടുള്ള വൈര്യം മാറ്റിവെക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് BJP ആണ് പ്രധാന ശത്രു എന്ന് കണ്ടുകൊണ്ട് BJPക്ക് ഒപ്പം ചേർന്ന് ഭരിച്ച ആളാണ് മമതയെന്ന് ആലോചിക്കണം. അന്ന് CPM മുഖ്യ ശത്രുവായി നിന്ന കാലത്തിലാണ്. ഇപ്പോൾ മമതയ്ക്ക് അറിയാം മമതയ്ക്ക് അവിടെ അധികാരം നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ഉണ്ടാക്കാൻ പോകുന്നത് CPM-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ അല്ല, അത് BJP-യിൽ നിന്നാണ്. അവിടെയാണ് മമത അതിനുശേഷം നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും മമത വളരെ ഒരു ക്ലീൻ സ്വീപ്പ് എന്ന് പറയാവുന്ന ഒരു വലിയ വിക്ടറിയിലേക്ക് മമതാ ബാനർജി മാറുകയും മമതാ ബാനർജി BJP വിരുദ്ധ ചേരിയുടെ ചാമ്പ്യനായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ മമതയ്ക്ക് ഇപ്പോൾ ഈ നമ്മൾ സ്വാഭാവികമായി കരുതും കോൺഗ്രസും CPM ഒക്കെ കൂടെ വരാത്തതിൽ മമതയ്ക്ക് വിഷമം കാണുമെന്ന്. പക്ഷേ അത് മറ്റൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ബംഗാളിലെ ഒരു വോട്ടിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ മമതയെ അനുകൂലിക്കുന്നവർ മമതയെ എതിർക്കുന്നവർ എന്നുള്ളതുകൊണ്ട് ഒരു ആന്റി മമത ഫാക്ടർ അവിടെ അതിശക്തമായി തന്നെയുണ്ട്. ഈ ആന്റി മമത ഫാക്ടർ BJP ഒരു ഭാഗത്ത് നിൽക്കുകയും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസും അത് CPM-ഓ അല്ലെങ്കിൽ ഇടതു പാർട്ടികളാകുകയും ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ആന്റി മമത വോട്ടെല്ലാം BJP-യിലേക്ക് പോകും. അത് മമതയെ സംബന്ധിച്ച് ഒരു തരത്തിലും ഗുണപ്പെടുന്ന ഒന്നല്ല. അതിനേക്കാൾ മമതയ്ക്ക് ആന്റി മമത വോട്ടുകൾ CPM-ലേക്കും കോൺഗ്രസിലേക്കും BJP-യിലേക്കും ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും മമതയ്ക്ക് അത് രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. അവിടുത്തെ കഴിഞ്ഞ തവണത്തെ 18 സീറ്റുകൾ എന്തായാലും നിലവിലെ അവസ്ഥയിൽ ഇനി 2 മാസം കൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിലവിലെ അവസ്ഥയിൽ നിലനിർത്തുക തന്നെ BJPക്ക് പ്രയാസമാണ്. അതിൽ ഗണ്യമായ കുറവുണ്ടാവാതെ നിലനിർത്തുകയാണ് BJPയെ സംബന്ധിച്ച് ബംഗാളിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ബീഹാറിനെ കുറിച്ച് ഏതാണ്ട് ഒരു ചിത്രം പറഞ്ഞു പോയതാണ്. നിലവിൽ ഏറ്റവും വലിയ ഘടകകക്ഷി എന്ന് പറയുന്നത് JDU ആണ്. അവിടെ 17 സീറ്റുകളിലായിരുന്നു ബീഹാറിൽ BJP വിജയിക്കുകയും ചെയ്തത്. ബീഹാറിന്റെ അവസ്ഥയും അത് തന്നെയാണ്. ബീഹാറിൽ തൽക്കാലം എന്തായാലും JDU മടങ്ങി വന്നത് BJPക്ക് നേട്ടമാണ്. അവിടെയും BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഈ 17 എന്ന് പറഞ്ഞാൽ BJPക്ക് മത്സരിക്കാൻ കഴിയുന്ന സീറ്റുകൾ ചിലപ്പോൾ 20 ആക്കാൻ കഴിഞ്ഞേക്കും. അതിനപ്പുറത്തേക്ക് ഒരു സീറ്റിലേക്കൊക്കെ മത്സരിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ പ്രയാസമാണ്. എന്തായാലും JDU ഇപ്പോൾ സഖ്യകക്ഷിയായി തിരികെ എത്തിയപ്പോൾ ചിലപ്പോൾ JDU ചില വിട്ടുവീഴ്ച കഴിഞ്ഞ പ്രാവശ്യം 17 എന്നുള്ളത് ചിലപ്പോൾ JDU കുറച്ച് സീറ്റുകൾ കൂടി 2-3 സീറ്റുകൾ കൂടി ചിലപ്പോൾ BJPക്ക് നൽകിയേക്കാം. അപ്പോൾ 20 അല്ലെങ്കിൽ പോട്ടെ, ഇനി വലിയൊരു നമുക്കൊരു അത്ഭുതം പോലെ പ്രതീക്ഷിക്കാവുന്ന 25 സീറ്റുകൾ അതിനപ്പുറത്തേക്ക് BJPക്ക് മത്സരിക്കാൻ തന്നെ കഴിയില്ല. അങ്ങനെ മത്സരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഈ 17 എന്ന് പറയുന്നത് ഇനി പരമാവധി പോകാവുന്ന നമ്മൾ കണക്കൂട്ടുന്നതിലൊരു കോമൺ ലോജിക്കിന് അപ്പുറത്തെ ഒരു കണക്കാണ് 25 എന്നൊക്കെ പറയുന്നത്. ആ 25ലേക്ക് BJP എത്തിയാൽ പോലും BJPക്ക് ആ 25 ജയിച്ചാൽ പോലും BJPക്ക് അവിടെ നിന്ന് ലഭിക്കാൻ പോകുന്ന ഈ പറയുന്ന 7-8 സീറ്റുകളല്ലാതെ അതിനപ്പുറത്തേക്ക് സീറ്റുകൾ ജയിക്കാൻ BJPക്ക് ബീഹാറിൽ നിന്നും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. മറ്റൊന്ന് തമിഴ്നാടാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ സൂചിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ BJP വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അണ്ണാമലയെ പോലെയുള്ള നേതാവ് വലിയ ക്രൗഡ് പുള്ളറൊക്കെയാണ് എങ്കിൽ പോലും ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ പെട്ടെന്ന് കടന്നു കയറുക, അങ്ങനെ അക്കൗണ്ട് വീണ്ടും ഈ 39 സീറ്റുകളിൽ ഇപ്പോൾ ഒരിടത്തുമില്ല എന്നുള്ളത് മാറി സാഹചര്യം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കിരൺ? പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യ ആകെ എടുത്താൽ 130 സീറ്റുകളിൽ ആകെ 30 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ഉള്ളത്. അത് തന്നെ കഴിഞ്ഞ തവണ 26 സീറ്റുകൾ ലഭിച്ചത് കർണാടകയുടെ ഒരു ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. തമിഴ്നാടിനെയൊക്കെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് അവിടെ 1-2 സീറ്റ് അവരുടെ BJPയുടെ വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും അല്ലെങ്കിൽ ഒരു 5 സീറ്റ് എന്നൊക്കെ ആയിരിക്കും അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പോലും. അതുപോലും എത്രത്തോളം നടക്കും എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അവിടെ പിന്നെ 0 എന്നുള്ള നിലയിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ 1-2 സീറ്റുകളിലൊക്കെ ജയിക്കാൻ കഴിഞ്ഞേക്കാം. അല്ലെങ്കിൽ എങ്ങനെ കണക്കൂട്ടിയാലും ഈ 4-5 സീറ്റിനപ്പുറത്തേക്ക് ഒരു വലിയൊരു മാർജിൻ ഒന്നും ഉണ്ടാക്കി ജയിക്കാനുള്ള സാധ്യത എന്തായാലും നിലവിലെ രാഷ്ട്രീയ അവസ്ഥയിൽ ഇവിടെ തമിഴ്നാട്ടിലില്ല. ഇനി തമിഴ്നാട്ടിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ വന്ന് ഇലക്ഷനിലേക്ക് വരികയും അല്ല അങ്ങനെയൊക്കെ വന്ന സാഹചര്യം വന്നാൽ ചിലപ്പോൾ ദ്രാവിഡ വോട്ടുകളൊക്കെ ഭിന്നിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായും. എന്നാൽ ഇപ്പോഴും ADMKക്ക് ആ തരത്തിലേക്കുള്ള ശക്തിയൊന്നുമില്ല. OPS വിഭാഗം മാത്രമാണ് ഇപ്പോൾ BJPക്ക് ഒപ്പം ഉള്ളത്. അവർ മുന്നണി തന്നെ വിട്ടുപോവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇനി ADMK മടക്കി കൊണ്ടുവരാൻ പോലും എത്രത്തോളം നടക്കുമെന്നുള്ള അത് തന്നെ പല കഷ്ണങ്ങളായി നിൽക്കുകയാണ്. മടക്കി കൊണ്ടുവന്നാൽ തന്നെ എത്രത്തോളം വിജയം ഉണ്ടാവും എന്നുള്ളൊക്കെ അവസ്ഥയുണ്ട്. സ്വാഭാവികമായും അവിടെ സ്റ്റാലിനെ സംബന്ധിച്ചും DMK സംബന്ധിച്ചും ഒരു വലിയ അവരുടെ സഖ്യം കൂടി പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഇടതു പാർട്ടികളെയായാലും ലീഗായാലും കോൺഗ്രസ് ആയാലും ഇവരെല്ലാം ചേരുന്ന സ്റ്റാലിൻ എല്ലാവരെയും കൂടി കൂട്ടി യോജിപ്പിച്ച് നിർത്തുക എന്നുള്ള അല്ലാതെ ഒറ്റയ്ക്ക് തനിപ്പിടിക്കപ്പുറത്തേക്ക് അത്തരം ഒരു ഐക്യത്തിന്റെ അന്തരീക്ഷം കൂടി സ്റ്റാലിൻ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു വലിയ പ്രതീക്ഷയ്ക്കും BJPക്ക് വകയുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ 5 സംസ്ഥാനങ്ങളിലെ BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇനിയുള്ള പ്രതീക്ഷയാണ് നമ്മൾ
പങ്കുവച്ചത്. ഇനി പരിശോധിക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം നേടിയ ഏതാണ്ട് സമ്പൂർണ്ണ വിജയം എന്ന് തന്നെ അവകാശപ്പെടാവുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അത് മധ്യപ്രദേശും കർണാടകവും ഗുജറാത്തും രാജസ്ഥാനുമാണ്. ആ സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എന്ത് മാറ്റം ആണ് പ്രതീക്ഷിക്കേണ്ടത്? മാത്രമല്ല, ഈ മാറ്റം ഉണ്ടായാൽ പോലും എത്ര കൂടുതൽ നേടാൻ പറ്റും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത്. കിരൺ, അഭിലാഷ്, എനിക്ക് തോന്നുന്നു അതിന്റെ അടുത്ത കാർഡ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എണ്ണം കുറവാണെങ്കിൽ അത് ഛത്തീസ്ഗഡ്, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ്. നമുക്ക് വീഡിയോ കോളിലേക്ക് വളരെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡ്, ഹരിയാന, ഡൽഹി, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും BJP തൂത്തുവാരിയ സംസ്ഥാനങ്ങളാണ്. അതായത് ഈ രണ്ട് പ്രകടനങ്ങളും ഇപ്പോഴത്തെ ഈ നിലയിൽ 303 എന്ന നേട്ടം 2019 തെരഞ്ഞെടുപ്പിൽ നേടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായി മാറിയിരുന്നു. അഭിലാഷ്, നമുക്ക് തുടക്കത്തിൽ തന്നെ സംസ്ഥാനത്ത് നിന്ന് മധ്യപ്രദേശിൽ നിന്ന് തന്നെ ആദ്യ കാർഡിൽ നിന്ന് തുടങ്ങാം. BJP ഇങ്ങനെ 303 എന്നുള്ളതൊക്കെ മാറി, അല്ലെങ്കിൽ അത് 370 എന്നൊക്കെ പറയുമ്പോൾ BJPക്ക് അധികം സീറ്റുകൾ ഇത്തവണ ലഭിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഈ സംസ്ഥാനങ്ങളെല്ലാം ഈ പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു, അതിനുശേഷം BJPക്ക് ഒരു വലിയ വിജയമുണ്ടായ സംസ്ഥാനങ്ങൾ. ഇപ്പം മധ്യപ്രദേശ് 29-28 സീറ്റും കഴിഞ്ഞ തവണ നേടിയാണ്. ഒറ്റ സീറ്റ് കമൽനാഥിന്റെ അവിടെ മാത്രമാണ്, ചിന്തുവാഡ മാത്രമാണ് കോൺഗ്രസ് ലഭിച്ചത്. കർണാടകയിൽ 28-26 25 BJP സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അടക്കം അത് BJPയുടെ തന്നെ ആയിട്ട് കണക്കൂട്ടിയാൽ 26 സീറ്റ് ലഭിച്ചതാണ്. അവിടെയും കാര്യമായി കൂടാൻ, ഇനി കൂടിയാൽ 2 സീറ്റാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയത്തിലേക്ക് പോയാലും 2 സീറ്റാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? വിലയിരുത്താൻ പറ്റില്ല, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. ഈ BJP അവകാശവാദം പറയുമ്പോൾ അവരുടെ അവകാശവാദം പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാൾ എന്ന ഒരാളിന് ചിന്തിച്ചാൽ പോലും അവർക്ക് കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകളാണ് പറയുന്നത്. 29 നിന്ന് മധ്യപ്രദേശിൽ ഇനി അതിനേക്കാൾ വലിയ പെർഫോമൻസ് വന്നാൽ ഒരു സീറ്റ് ആദ്യം കിട്ടാനുള്ളത്, ഒറ്റ സീറ്റ്. കർണാടകയുടെ അവസ്ഥ വന്നാലും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം കൊണ്ടൊക്കെ തൂത്തുവാരാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകാം BJP. എങ്ങനെയായാലും അങ്ങനെ ഒരു തൂത്തുവാരൽ ഉണ്ടായാൽ പോലും ഞാൻ പറഞ്ഞ സാധ്യത എന്തായാലും നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർക്ക് കർണാടകയിൽ എന്തായാലും ഇത്തവണ BJPയും കോൺഗ്രസും തമ്മിൽ കടുത്ത മത്സരം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ മധ്യപ്രദേശാണ് പറഞ്ഞത്. മധ്യപ്രദേശിലായാൽ പോലും രണ്ടുപേരും നമ്മളെ വ്യത്യാസം, വോട്ടിംഗിന്റെ പാറ്റേണിലെ വ്യത്യാസം വളരെ ചെറിയ വ്യത്യാസം മാത്രമാണ്. കർണാടകയിൽ എന്തായാലും അങ്ങനെ തൂത്തുവാരാമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അവിടെ വിജയകുമാർ, DK ഒക്കെ, ശിവകുമാറൊക്കെ വളരെ സ്ട്രോങ് ആയി രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഈ കർണാടക പിടിച്ചത് തന്നെ അങ്ങനെയാണല്ലോ. അത് ഞാനത് 2 തരത്തിലാണ് പറഞ്ഞു. ഒന്ന്, നമ്മളൊരു സ്വതന്ത്ര അനലിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ കർണാടകയിൽ കടുത്ത മത്സരത്തിലേക്ക് തന്നെയാണ് പോകാൻ സാധ്യത. BJPക്ക് ഒരു ചെറിയ എഡ്ജ് ഉള്ളത് BJP ലോക്സഭയിലേക്ക് വരുമ്പോൾ BJPക്ക് എപ്പോഴും കിട്ടുന്ന ഒരു എഡ്ജ് മാത്രമാണ്. പക്ഷേ എന്തായാലും കോൺഗ്രസ് അവിടെ ഒരു നല്ല പോരാട്ടം, ഇനി കോൺഗ്രസിന് അവിടെ ഭൂരിപക്ഷം സീറ്റുകൾ കിട്ടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും അത്തരം പോരാട്ടമൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ BJPയുടെ ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ BJP പറയുന്നത് ഞങ്ങൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 26 സീറ്റുകൾ അവർക്ക് ലഭിച്ചു. ഇനി അവർക്ക് ആകെ 28 സീറ്റാണ് അവിടെ ഉള്ളത്. ഈ 3 സീറ്റുകൾ ഇപ്പോൾ തന്നെ JDSന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് അധികമായി കിട്ടാനുള്ള കേവലം 2 സീറ്റ് മാത്രമാണ്. അപ്പോൾ ഈ എണ്ണം കൂടണമെങ്കിൽ എവിടെന്നെങ്കിലും കൂടണമല്ലോ. അത് കർണാടകയിൽ നിന്നും കൂടാനില്ല. കർണാടക കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എടുക്കാവുന്ന ഗുജറാത്താണ്. ഗുജറാത്തിൽ 26 സീറ്റിലും ജയിച്ചത് BJP ആണ്. അവിടെ ഇനി ഇതിനേക്കാൾ അപ്പുറത്തെ പെർഫോമൻസ് മോദിയുടെ ഗുജറാത്ത് തൂത്തുവാരിയാലും ഇനി ഇത്തവണ ആ തരത്തിലേക്ക് തൂത്തുവാരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വേറെ. ഇനി തൂത്തുവാരാം എന്ന ഒരു വാദത്തിന് അംഗീകരിച്ചാൽ പോലും അവിടെ നിന്നും ഒരു സീറ്റ് പോലും അധികം ലഭിക്കാനില്ല. മറ്റൊന്ന് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ 25-25 കിട്ടിയിരുന്നു. ഒരു സീറ്റ് ഘടകകക്ഷിക്കാണ് ലഭിച്ചത്. അവിടെ നിന്നും 24 സീറ്റാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. ഇനി ഘടകകക്ഷിയുടെ സീറ്റ് എടുത്ത് BJP തന്നെ എടുത്തു കഴിഞ്ഞാൽ BJPക്ക് രാജസ്ഥാനിൽ നിന്ന് കിട്ടാനുള്ളത് ഒറ്റ സീറ്റ് മാത്രമാണ്. ഈ പ്രധാനപ്പെട്ട BJP കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയം നേടിയ 4 സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, ഗുജറാത്ത് ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തവണ അവരെ ഏറ്റവും 100% വിജയിച്ചാലും ഇവർക്ക് 3 സീറ്റ് അല്ലെങ്കിൽ 4 സീറ്റ്, അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും ലഭിക്കാനില്ല. അതിനപ്പുറത്തേക്ക് അവിടെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള വേറെ ചോദ്യം. അവിടെ കർണാടകയൊക്കെ കഴിഞ്ഞ തവണത്തെ പോലെ അനായാസമായ ജയം സാധ്യമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഇനി അവർ അങ്ങനെ ജയിക്കും എന്ന് അവർ ചിന്തിച്ചാൽ പോലും കിട്ടാൻ കഴിയുന്നത് ഈ 4 സീറ്റിനപ്പുറത്തേക്ക് അവിടുന്ന് ടാലി ഉയരാൻ പോകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ, ഇനി നമുക്ക് കുറച്ചുകൂടി ചെറിയ സംസ്ഥാനങ്ങളാണ് പരിശോധിക്കേണ്ടത്. അപ്പോഴും ആ സംസ്ഥാനങ്ങളിലും കിരൺ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പ്രകടനം, ഏതാണ്ട് പൂർണ്ണമായും സീറ്റുകൾ എന്നതാണ് നമുക്ക് ഡേറ്റകളിൽ വ്യക്തമാകുന്നത്.
Right, കിരൺ. അവിടെയും അത് തന്നെയാണ് അഭിലാഷ് അവസ്ഥ. ഛത്തീസ്ഗഡ് എടുത്തു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തവണ 11-ൽ 9 സീറ്റ് ലഭിച്ചത് BJP-ക്കാണ്. ഛത്തീസ്ഗഡിലും ഇപ്പൊ തവണ ഭരണം നഷ്ടപ്പെട്ടെങ്കിൽ പോലും കോൺഗ്രസ് അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലൊന്നുമില്ല. ഈ മധ്യപ്രദേശ് എടുത്താലും രാജസ്ഥാൻ എടുത്താലും ഛത്തീസ്ഗഡ് എടുത്താലും വോട്ടിംഗ് ശതമാനത്തിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺഗ്രസും BJP-യും തമ്മിൽ അങ്ങനെ കാര്യമായ ഒരു 2-3% ചെറിയ ഡിഫറൻസ്. ആ 2-3% എപ്പോഴും മാറി മറിയാൻ കഴിയുന്ന ഒരു ഡിഫറൻസ്, അപ്പുറത്തേക്കുള്ള ഡിഫറൻസ് ഒന്നുമില്ല. കോൺഗ്രസിനും പ്രതീക്ഷ കൈവിടേണ്ട ഒരു ഘട്ടത്തിലുമല്ല. കോൺഗ്രസിന് വേണമെങ്കിൽ പകുതി സീറ്റ് പിടിക്കാനോ അല്ലെങ്കിൽ അതിലേറെ സീറ്റ് പിടിക്കാനോ ഒക്കെ ഉള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. തെരഞ്ഞെടുപ്പാണ്, അത് എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസ് നിയമസഭയിൽ ജയിക്കുമ്പോഴും ലോക്സഭയിൽ BJP തൂത്തുവാരിയ അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തമ്മിൽ എല്ലാ തവണയും ആ മട്ടിൽ തന്നെ വരണം എന്നൊന്നുമില്ല, മറിച്ചുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ 11-9 കഴിഞ്ഞ തവണ ലഭിച്ചു. ആ 11 ഇനി BJP വൈൽഡ് ഗസ് എന്ന രീതിയിൽ BJP-ക്ക് 11 ലഭിക്കുമെന്ന് കരുതുക. അങ്ങനെയായാലും അവിടെ ലഭിക്കാനുള്ളത് 2 സീറ്റുകൾ മാത്രമാണ്. മറ്റൊന്ന് ഹരിയാനയിൽ കഴിഞ്ഞ തവണ 10-ൽ 10 സീറ്റും BJP-ക്കാണ് ലഭിച്ചത്. 10-ൽ 10 സീറ്റും ലഭിച്ച ഒരു മണ്ഡലത്തിൽ, ഒരു സംസ്ഥാനത്ത് നിന്ന് BJP-ക്ക് ഒന്നും അധികം നേടാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റേത് അടുത്തത് എടുത്തു കഴിഞ്ഞാൽ ഡൽഹിയാണ്. ഡൽഹിയിൽ 7 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP തൂത്തുവാരും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP. AAP കഴിഞ്ഞ മുമ്പ് തവണ 70-ൽ 67 സീറ്റ് ലഭിച്ചു, കഴിഞ്ഞ തവണ 63 സീറ്റ് ലഭിച്ചു. പക്ഷെ ആ 2 തവണയും അവിടെ കോൺഗ്രസ്, അവിടെ BJP-ക്കാണ് ലോക്സഭയിലേക്ക്. പക്ഷെ ഇത്തവണ ഒരു വ്യത്യാസം വരുന്നത്, ഈ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെ കോൺഗ്രസും ഈ ആം ആദ്മി പാർട്ടിയും ഒരുമിച്ചാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവരുടെ രണ്ടുപേരുടെ ഒരു സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ കെജ്രിവാൾ ഇന്ത്യ സഖ്യം പ്രാക്ടിക്കലായാൽ കെജ്രിവാളിനെതിരെ, അവിടെ പഞ്ചാബിൽ അങ്ങനെ ഒരു സഖ്യത്തിനില്ല എന്ന് AAP പറഞ്ഞിട്ടുണ്ട്, ഡൽഹിയിൽ അറിയില്ല. അതിനകത്ത് അഭിലാഷ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, പഞ്ചാബിനെ സംബന്ധിച്ച് പഞ്ചാബിൽ മുഖ്യ എതിരാളി BJP അല്ല. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യ എതിരാളി കോൺഗ്രസ്. കോൺഗ്രസ് ഭരിച്ചെടുത്ത് കോൺഗ്രസിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി അവിടെ പിടിച്ചെടുത്തത്. അവിടെ ഇനി ഏത് സഖ്യം എന്ന് പറഞ്ഞാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചാലും കോൺഗ്രസിനെ സംബന്ധിച്ചാലും യോജിച്ച് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ 2 പാർട്ടികളെ സംബന്ധിച്ച് 2 ആത്മഹത്യാപരമായ തീരുമാനമാണ്. കേരളത്തിൽ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ CPM-ഉം കോൺഗ്രസും യോജിച്ച് മത്സരിച്ചാൽ അതിന് ഗുണമുണ്ടാകുന്ന സ്വാഭാവികമായും BJP-ക്ക് ആയിരിക്കുമല്ലോ. അവിടെ BJP അങ്ങനെ ഭരണം പിടിക്കുന്ന അവസ്ഥയൊന്നും പഞ്ചാബിൽ എന്തായാലും ഇല്ല. പഞ്ചാബിൽ BJP അങ്ങനെ ഒരു ഭൂരിപക്ഷം നേടുന്ന ഒരു അവസ്ഥയൊന്നും പഞ്ചാബിലില്ല. പഞ്ചാബിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ദീർഘകാല അലയായിരുന്ന ശിരോമണി അകാലിദൾ ഇപ്പോൾ അവരുടെ ഒപ്പമില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരുമിച്ച് മത്സരിക്കേണ്ട സാഹചര്യം ഈ 2 പാർട്ടികൾക്കുമില്ല. പക്ഷേ ഡൽഹിയിൽ അങ്ങനെയല്ല. ഡൽഹിയിലെ സാഹചര്യത്തിൽ ഡൽഹിയിൽ കോൺഗ്രസ് അല്ല ആം ആദ്മി പാർട്ടിയുടെ മുഖ്യ എതിരാളി BJP ആണ്. അത് നിയമസഭയിലായാലും ലോക്സഭയിലായാലും അവിടെ കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി യോജിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനായാലും 4-3 എന്ന പാറ്റേണിൽ വീതിച്ചു പോകാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനില്ല. 4-3 അല്ല എന്ന് കരുതിക്കോ. ഇനിയിപ്പോൾ ഇനി 5-2 കരുതിക്കോ. അങ്ങനെയല്ല, ആണെങ്കിൽ പോലും ഇനി 5-2 6-1 നമ്മളിതെല്ലാം ഏറ്റവും അങ്ങേയറ്റത്ത് വെച്ച് കണക്കൂട്ടിയാൽ പോലും അങ്ങനെ ആയാൽ പോലും ഈ 2 പാർട്ടികൾക്ക് നേട്ടമല്ലാതെ അതിൽ നിന്ന് കോട്ടമുണ്ടാവാനില്ല. അപ്പോൾ അവിടെയും BJP-ക്ക് ഒരു സീറ്റ് പോലും അധികം നേടാൻ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അവിടെ ഒരു ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ മറ്റൊരു വികാരം എന്ന് പറഞ്ഞാൽ കെജ്രിവാൾ എന്ന് പറയുന്നത് ഡൽഹിയെ സംബന്ധിച്ച് കെജ്രിവാളിന്റെ പാർട്ടി അദ്ദേഹത്തെ ഒരു നേതാവിനെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. കെജ്രിവാൾ അഴിമതി ആരോപണത്തിൽപ്പെടുത്തുക, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയാകെ മന്ത്രിമാരെ സിസോദി അടക്കം ജയിലിലടയ്ക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായും ഡൽഹിയിലെ ജനങ്ങൾക്ക്, ഡൽഹിയിൽ എന്തായാലും ജനപ്രിയമായ ഭരണ സംവിധാനങ്ങൾ ഇപ്പോഴും നടപ്പാക്കുന്ന ആൾ തന്നെയാണ് കെജ്രിവാൾ. അവർ ഡൽഹിയിലെ ജനങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ടോ എന്നുണ്ട്. അതായത് കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരിക്കുന്നതാണ് നല്ലത്, അതേസമയം ഡൽഹിയിൽ AAP-യുമാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവരാണോ എന്ന് സംശയമുണ്ട്. ആ ഒരു വികാരത്തിനപ്പുറത്തേക്ക് എനിക്ക് അഭിലാഷ് പറഞ്ഞത് കറക്റ്റാണ്. ആ തരത്തിൽ തന്നെയാണ് വോട്ടിംഗ് പാറ്റേൺ എല്ലാം വരുന്നത്. പക്ഷേ ഇത്തവണ കെജ്രിവാളിനെ വല്ലാതെ വേട്ടയാടുന്നു എന്നുള്ള ഒരു തോന്നൽ കൂടി ഡൽഹിയിലെ ജനങ്ങൾക്കുണ്ട്. കെജ്രിവാൾ ഇതിനെതിരെ ശക്തമായി പോരാടി നിൽക്കുന്നതാണ്. കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ എന്തായാലും തൽക്കാലം ഡൽഹിയിലെ ജനങ്ങളെങ്കിലും അത് വിശ്വസിക്കാൻ വഴിയില്ല. അദ്ദേഹത്തിന് ആ മട്ടിൽ ഒരു ഇമേജ് ദീർഘകാലമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നിയമസഭയിലേക്ക് ഞങ്ങളുടെ ഒരേ ഒരു നേതാവ് എന്ന നിലയ്ക്ക് കെജ്രിവാളിനെ നിർത്തുക. കെജ്രിവാളിന്റെ സ്ഥാനാർത്ഥികളൊക്കെ അഭിലാഷണം കൃത്യമായിട്ട് അറിയാമല്ലോ. പല സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളാണ്, ആളുകൾക്ക് അങ്ങനെ അറിയത്തുനിന്ന് തന്നെ ആ സ്ഥാനാർത്ഥി അറിഞ്ഞല്ല വോട്ട് ചെയ്യുന്നത്. കെജ്രിവാളിനുള്ള വോട്ടാണ് അവർ അവിടെ ഡൽഹിയിൽ ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു സർക്കാർ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഈ നീക്കങ്ങൾ തുടർച്ചയായി ഇന്നും അടക്കം അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. അതൊക്കെ ഉണ്ട്. ആ വികാരം കൂടി ഉണ്ട്. ഇനി അതല്ല, പഴയ മട്ടിൽ തന്നെ BJP ജയിച്ചാലും അവർക്ക് അധിക സീറ്റ് അവിടെ ലഭിക്കാൻ. ഇനിയിപ്പോൾ ഉത്തരാഖണ്ഡും ഹിമാചലും പരിശോധിച്ചാലും ഇത് തന്നെയാണ് സാഹചര്യം. 2 സംസ്ഥാനങ്ങളിലെ അവസ്ഥ ഇത് തന്നെയാണ്. ഉത്തരാഖണ്ഡ് ആയാലും ഹിമാചലായാലും, ഹിമാചൽ
ഇപ്പോൾ പഴയ രാഷ്ട്രീയാവസ്ഥ മാറിയെന്ന് ആലോചിക്കണം. അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് എന്നത് ആലോചിക്കണം. അവിടെ പഴയ മട്ടിലേക്കൊക്കെ 4 സീറ്റും ജയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഹിമാചലിൽ ഇനി അതല്ല, ഈ 4 കോൺഗ്രസ് അവിടെ ഭരിക്കുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ ജയിക്കുമെന്നായിരിക്കും. ഈ 4 സംസ്ഥാനങ്ങൾ എടുത്താലും നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നത് ഈ 4-5 സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആകെ ഛത്തീസ്ഗഡിൽ നിന്ന് കിട്ടാവുന്ന 2 സീറ്റുകൾ മാത്രമാണ്. ഇതിൽ ആകെ നമ്മളെടുത്ത 10 സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇനി BJP വലിയ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ BJPക്ക് 10 സീറ്റ് പോലും അധികം. ഈ ഇവിടുന്ന് ലഭിക്കാവുന്ന 2 സീറ്റുകൾ, നേരത്തെ ലഭിക്കാവുന്ന 4 സീറ്റുകൾ, 6 സീറ്റ്. ഈ 6 സീറ്റിനപ്പുറം ഒരു പെർഫോമൻസ് BJPക്ക് ഈ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അതല്ല, നമുക്ക് വളരെ പെട്ടെന്ന് അടുത്ത ഡേറ്റ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സമ്പൂർണ്ണ പരാജയം നേടിയ സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങളിലെ സീറ്റ് നിലയും അതിലെ BJPയുടെ പ്രതീക്ഷകളുമാണ് പങ്കുവെക്കേണ്ടത്. തമിഴ്നാടും ആന്ധ്രാപ്രദേശും കേരളവും പരിശോധിക്കുമ്പോൾ അതിലെവിടെയും പ്രതീക്ഷ അർപ്പിക്കേണ്ടതില്ല എന്നല്ലേ കിരൺ തോന്നുന്നത്? പ്രത്യേകിച്ച് അഭിലാഷ്, എന്തായാലും ഈ തമിഴ്നാടായാലും ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ കേരളമായാലും ഇനി BJP അത്ഭുതം കാട്ടിയെന്ന് കരുതുക, BJP ഒരു വലിയ അത്ഭുതത്തിലേക്കൊക്കെ പോയി എന്ന് കരുതുക. അങ്ങനെ ആയാൽ പോലും ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് കടക്കുക എന്നുള്ളത് അസാധ്യമാണ്. 2-3 സീറ്റിലൊക്കെ ഈ സംസ്ഥാനങ്ങളൊക്കെ ചിലപ്പോൾ BJP ജയിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ജയിച്ചെന്നൊക്കെ കരുതുക. അങ്ങനെ ആയാൽ പോലും ഇവർക്ക് കിട്ടാൻ കഴിയുന്ന പരമാവധി സീറ്റുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 10 സീറ്റുകളാണ്. അപ്പോൾ നമ്മൾ എല്ലാ കണക്കും ഏറ്റവും ഉദാരമായി BJPക്ക് നൽകിക്കൊണ്ട് നമ്മൾ ഇന്ത്യ ആകെ പരിശോധിച്ച് കഴിഞ്ഞാൽ പോലും ഈ 370 സീറ്റ് എന്ന് പറയുന്നത് BJPക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർ തമിഴ്നാട്ടിൽ ഒരു വലിയ വിജയം നേടാൻ കഴിയണം, കേരളത്തിൽ ഒരു വലിയ വിജയം നേടാൻ കഴിയണം, അവർക്ക് തെലങ്കാനയിൽ ഒരു വലിയ വിജയം നേടാൻ കഴിയണം, ഒരു സീറ്റ് ലഭിക്കാത്ത ആന്ധ്രാപ്രദേശിൽ ഒരു വലിയ വിജയം നേടാൻ കഴിയണം, ബംഗാളിൽ മമതാ ബാനർജിയെ അമ്പായെ പരാജയപ്പെടുത്തിക്കൊണ്ട് പരമാവധി സീറ്റുകൾ നേടാൻ കഴിയണം. അങ്ങനെയെല്ലാം ഈ ഒരു വലിയ അത്ഭുതം കാണിക്കാതെ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിയിൽ ഈ നരേന്ദ്രമോദി പറയുന്ന 370 എന്ന് പറയുന്ന കണക്ക് ഒരു തീവ്ര BJP അനുഭാവിക്ക് പോലും എങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന് കഴിയില്ല. പക്ഷെ അപ്പോഴും പറയുന്നു, തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു കണക്ക് മുന്നോട്ട് വെക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു പ്രതീതി എന്ന് പറയുന്നത് ഇത്തരത്തിലൊന്നും ആരും സാധാരണ മനുഷ്യർ കണക്കുകളൊന്നും കൂട്ടി നോക്കാറില്ല. BJP ജയിക്കാൻ പോവുകയാണ്, 400 സീറ്റിലേറെ ജയിക്കാൻ പോവുകയാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ അവർക്ക് ഈ പ്രചരണം കൊണ്ട് കഴിയുകയും ചെയ്യും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. 303 സീറ്റുകൾ നേടിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലേറിയത് എങ്കിൽ ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കുക, അതിനുള്ള അവസരമാണ് നൽകേണ്ടത് എന്ന് പല വേദികളിൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. 2 സീറ്റിൽ നിന്നാണ് ഇന്ത്യ തുടർച്ചയായി ഭരിക്കുന്ന പാർട്ടിയായി BJP വളർന്നത്. അവിടെയാണ് 370 സീറ്റിന്റെ ഉറപ്പ് BJPയും നരേന്ദ്രമോദിയും അവകാശപ്പെടുന്നത്. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ സാധ്യമാണോ എന്നാണ് ദ ഇലക്ഷൻ ചാനൽ പരിശോധിച്ചത്. ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഈ പരിപാടി അവർ വളർന്നു അങ്ങനെ